വെരിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും എടുത്ത് കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് 2018 ഡിസംബർ മാസത്തിന് മുമ്പായിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കി വിധി വന്നു. എക്സിസ്റ്റിംഗ് വാഹനങ്ങളിൽ ഒരു കാരണവശാലും മാറ്റങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളത്. അത് ഒരു കേസിൻ്റെ പേരിൽ, അതായത് ഒരു ബസ്സിൻ്റെ ഷാസി സീറ്റ് കൂട്ടുന്നതും ബസ്സിൻ്റെ ഷാസി നീട്ടം കൂട്ടുന്നതിൻ്റെയും പേരിൽ വന്ന ഒരു കേസിൻ്റെ മുകളിൽ ചെന്ന് സുപ്രീം കോടതി വരെയും വന്ന് ഒരു വിധി വന്നതാണ്. അത് ശരിവെക്കുന്നു. നമ്മുടെ നാട്ടിലും ലോകത്തും ഓട്ടോമൊബൈൽ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോഫിറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. അതിന് നമ്മുടെ നാട്ടിൽ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വി ഹാവ് സ്കിൽഡ് പീപ്പിൾ. ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇൻസ്റ്റാഗ്രാമിലും ഓൺലൈൻ മീഡിയയിൽ എടുത്ത് നോക്കിയോ, ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കാർ കസ്റ്റമൈസ് ചെയ്യുന്നതും സേഫായിട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ച് പഠിച്ച് പ്രോപ്പർ എൻജിനീയറിംഗ് ആയിട്ട് ചെയ്യുന്നതും കേരളത്തിലുള്ളവരാണ്. അത് നമുക്ക് ഒരുപാട് എക്സ്പോഷർ കൂടുതലാണ്. ഈ അവസരത്തിനെയാണ് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളും പല കാര്യങ്ങളും എല്ലാം മാറും. കാര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് കഴിവുള്ള ഒരുപാട് പിള്ളേരുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ സ്വന്തമായി വർക്ക്ഷോപ്പ് വെച്ചുകൊണ്ട് നൂറുകണക്കിന് പിള്ളേരെ വർക്ക്ഷോപ്പുകളൊക്കെ ഇങ്ങ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അടിച്ചമർത്തേണ്ടതല്ല.